ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ടോപ്പിക് എന്നത് സൈക്കോളജിയിലെ മെൻ്റൽ ഹെൽത്താണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ആൾക്കാരാണ് അല്ലേ. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും? നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കും, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി നല്ല എക്സസൈസസ് ചെയ്യും, പിന്നെ കൃത്യമായിട്ട് ഉറങ്ങും. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ഇൽനെസ് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണും, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കും. അങ്ങനെ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫിസിക്കലി ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി എന്താണ് ചെയ്യുന്നത്? ശരിക്കും ഫിസിക്കലി പ്ലസ് മെൻ്റലി ഒരാൾ ഹെൽത്തി ആയിരിക്കുമ്പോൾ മാത്രമേ അയാൾ ടോട്ടലി ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മെൻ്റൽ ഹെൽത്ത്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, മെൻ്റൽ ഹെൽത്ത് ഈസ് ദ എബിലിറ്റി ടു മേക്ക് ഹോൾസം പേഴ്സണൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരാളുടെ വ്യക്തിപരവും സാമൂഹികപരവുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മെൻ്റൽ ഹെൽത്തിന് J.A. ഹാഡ്ഫീൽഡ് കൊടുത്ത അദ്ദേഹം ഒരു ഫേമസ് സൈക്കാട്രിസ്റ്റ് ആണ്. അദ്ദേഹം കൊടുത്ത ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. മെൻ്റൽ ഹെൽത്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫുൾ ആൻഡ് ഹാർമോണിയസ് ഫങ്ഷനിങ് ഓഫ് ദി ഹോൾ പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ മുഴുവനായിട്ടുള്ള ഫങ്ഷനിങ്ങിനെയാണ് J.A. ഹാഡ്ഫീൽഡ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നോർമ ഇക്കഡ്സ് ആൻഡ് നിക്കോളാസ് മോസ്ലി, ഇവർ രണ്ടുപേരും ചേർന്നിട്ട് മെൻ്റൽ ഹെൽത്തിന് കൊടുത്ത ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. മെൻ്റൽ ഹെൽത്ത് ആസ് ദ എബിലിറ്റി ടു അഡ്ജസ്റ്റ് സാറ്റിസ്ഫാക്ടറി ടു ദ വേരിയസ് സ്ട്രെയിൻസ് ഓഫ് ദി എൻവയൺമെൻറ്റ് വി മീറ്റ് ഇൻ ലൈഫ് ആൻഡ് മെൻ്റൽ ഹൈജീൻ ഈസ് ദ മീൻസ് വി ടേക്ക് ടു അഷ്വർ ദിസ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവരെന്താ കൊടുത്തത് മെൻ്റൽ ഹെൽത്തിനുള്ള ഡെഫിനിഷൻ? ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പരിസ്ഥിതിയുടെ വിവിധ സമ്മർദ്ദങ്ങളെ തൃപ്തികരമായി പൊരുത്തപ്പെടാനുള്ള കഴിവിനെയാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ WHO കൊടുത്ത മറ്റൊരു ഡെഫിനേഷനാണ് മെൻ്റൽ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മെൻ്റൽ വെൽബീയിങ് ദാറ്റ് എനാബിൾസ് പീപ്പിൾ ടു കോപ്പ് വിത്ത് ദി സ്ട്രെസ്സസ് ഓഫ് ലൈഫ്, റിയലൈസ് ദെയർ എബിലിറ്റീസ്, ലേൺ വെൽ ആൻഡ് വർക്ക് വെൽ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദെയർ കമ്മ്യൂണിറ്റി. ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ നേരിടാനും അവരുടെ കഴിവുകൾ തിരിച്ചറിയാനും നന്നായി പഠിക്കാനും നന്നായി ജോലി ചെയ്യാനും സമൂഹത്തിന് സംഭാവന നൽകുന്ന ആളുകളെ അല്ലെങ്കിൽ സമൂഹത്തിന് സംഭാവന നൽകാൻ ആളുകളെ പ്രാപ്തരാക്കുന്ന ശേഷിയാണ് WHO മെൻ്റൽ ഹെൽത്ത് എന്ന് ഡിഫൈൻ ചെയ്തത്. ഇനി ഈ ഡെഫിനിഷൻസ് എല്ലാം കൺക്ലൂഡ് ചെയ്ത് നമുക്ക് മെൻ്റൽ ഹെൽത്തിന് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. മെൻ്റൽ ഹെൽത്ത് ഈസ് ദ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് സംവൺ ഹു ഈസ് ഫങ്ഷനിങ് അറ്റ് എ സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ അഡ്ജസ്റ്റ്മെൻറ്റ്. It is the developing capacity of the individual to form harmonious relations with others and contribute constructively to changes in his social and physical environment. ഇതൊരു വ്യക്തിയുടെ വൈകാരികവും പെരുമാറ്റപരവുമായ പൊരുത്തപ്പെടലിൽ തൃപ്തികരമായ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ് നമ്മൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി യോജിച്ച ബന്ധങ്ങൾ ഉണ്ടാക്കാനും സാമൂഹികവും ഭൗതികവുമായ ചുറ്റുപാടുകളിലെ മാറ്റങ്ങൾക്ക് സഹായകമാവുന്ന സംഭാവനകൾ നൽകാനുമുള്ള ഒരു വ്യക്തിയുടെ ശേഷിയാണ് നമ്മൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഓഫ് ദി ലേണർ നോക്കാം. ഒരു ലേണറിന് വേണ്ട മെൻ്റൽ ഹെൽത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ മെൻ്റലി ഹെൽത്തി ആയിരിക്കുന്ന ഒരു ലേണർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് ഇമ്പാക്റ്റ് ഓൺ ദ ലേണിംഗ് ആൻഡ് പെർഫോമൻസ്. ആളുടെ പഠിത്തത്തിലും പെർഫോമൻസിലും ഉണ്ടാകുന്ന മാറ്റം. Academic achievement. Good mental health is directly linked to improve focus, concentration, memory, and problem-solving skills, leading to better academic performance. മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിക്ക് നല്ല ഫോക്കസ് ഉണ്ടാവും, നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും, നല്ല മെമ്മറി പവർ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും തന്നെ ആ കുട്ടിയുടെ അക്കാദമിക് പെർഫോമൻസും ബെറ്റർ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ മോട്ടിവേഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ്. മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നല്ല എൻഗേജ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും. ദെൻ അറ്റൻഡൻസ് ആൻഡ് കംപ്ലീഷൻ. നമ്മൾ ഫിസിക്കലി ഇല്ലായിരിക്കുന്ന സമയത്ത് നമുക്ക് സ്കൂളുകളിലൊന്നും ക്ലാസ് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതുവഴി നമുക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് വരും, പിന്നെ നമ്മുടെ കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത്തരം എല്ലാ പ്രശ്നങ്ങളും മെൻ്റൽ ഹെൽത്തിലും ഉണ്ട്. നമുക്ക് മെൻ്റലി ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത പോയിന്റാണ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ആളുടെ പേഴ്സണലും അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള വെൽബീയിങ്. അതിൽ ഒന്നാമത്തത് ഇമോഷണൽ റെഗുലേഷൻസ്. ലേണേഴ്സ് വിത്ത് ഗുഡ് മെൻ്റൽ ഹെൽത്ത് ക്യാൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡ്, മാനേജ് ആൻഡ് എക്സ്പ്രസ് ദർ ഇമോഷൻസ് ഇൻ ഹെൽത്തി വേസ്. നല്ല മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള കുട്ടിക്ക് ആളുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഒക്കെ
ഹെൽത്തി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദെൻ സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്, ആത്മവിശ്വാസവും ആത്മാഭിമാനവും. ഇത് ഏതൊരാൾക്കും വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും ഇതുണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. ദെൻ റിലേഷൻഷിപ്പ്, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന റിലേഷൻഷിപ്പ്, അതിൽ നമുക്ക് ഉണ്ടാവുന്ന ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ദെൻ ലൈഫ് സ്കിൽസ്, ഒരാൾക്ക് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ലേണിംഗ് ക്രൂഷ്യൽ ലൈഫ് സ്കിൽസ് ലൈക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. അതുപോലെ തന്നെ നമ്മൾ ലൈഫിൽ നമുക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അത്തരം ലൈഫ് സ്കിൽസൊക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ മെൻ്റലി ഹെൽത്തി ആയിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റാണ് റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് വാർണിംഗ് സൈൻസ്. ഇതിലുണ്ടാവുന്ന റിസ്ക് ഫാക്ടേഴ്സും വാർണിംഗ് സൈൻസും. ഒന്ന്, കോമൺ ചാലഞ്ചസ്. ലേണേഴ്സ് ഓഫൺ ഫേസ് സ്ട്രെസ്സസ് ഫ്രം അക്കാദമിക് പ്രഷർ, സോഷ്യൽ എക്സ്പെക്ടേഷൻസ്, ഐഡൻറ്റിറ്റി എക്സ്പ്ലോറേഷൻസ് ആൻഡ് ട്രാൻസിഷൻ ടു ന്യൂ ലൈഫ് സ്റ്റേജസ്. കുട്ടികൾ ഉറപ്പായിട്ടും അക്കാദമിക് പ്രഷർ ഉണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആ സ്ട്രെസ്സിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റണം. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ മെൻ്റലി ഹെൽത്തി ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത പോയിന്റാണ് സൈൻസ് ഓഫ് സ്ട്രഗിൾ. സ്ട്രഗിൾ ഫേസ് ചെയ്യുമ്പോൾ അതിനെ നേരിടാൻ പറ്റണം. ദെൻ അടുത്ത പോയിന്റ്, മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ്. Adolescents and young adults are vulnerable to conditions like anxiety disorders, depression and behavioral disorders which can severely impact their functioning. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു പീരീഡാണ് ഈ അഡോളസൻസ് പീരീഡ്. കാരണം നമ്മൾ ഈ യങ്ങർ സ്റ്റേജിൽ നിന്ന് അഡൽട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു മിഡിൽ വരുന്ന ഒരു പീരീഡാണ് ഈ അഡോളസൻസ് പീരീഡ്. അപ്പോൾ ആ സമയത്ത് അവർ തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും അവരുടെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച്. കാരണം നമ്മൾ കുട്ടികളാണോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളല്ല, എന്നാൽ മുതിർന്നവരായോ എന്ന് ചോദിക്കുമ്പോൾ അതുമല്ല. അപ്പോൾ അതിനിടയിലുള്ള ഈ ഒരു പീരീഡിലാണ് അവർ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത്. അപ്പോൾ ആ സമയത്തും നമ്മൾ മെൻ്റലി ഹെൽത്തി ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അടുത്തതാണ് പ്രൊമോട്ടിങ് ആൻഡ് സപ്പോർട്ടിങ് മെൻ്റൽ ഹെൽത്ത്. മെൻ്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഒന്ന്, ക്രിയേറ്റിംഗ് എ സേഫ് എൻവയോൺമെൻറ്റ്. ഒരു ലേണർക്ക് നല്ലൊരു സേഫ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തത് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്. നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ, നമ്മുടെ സിലബസിൽ, നമ്മുടെ കരിക്കുലത്തിൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഉൾപ്പെടുത്തി അതിനുള്ള ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റാണ് ആക്സസ് ടു സപ്പോർട്ട്. ദെൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള സപ്പോർട്ട് ആക്സസിബിൾ ആയിരിക്കണം. നമുക്ക് നല്ലൊരു കൗൺസിലർ, അത് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പാരൻസിനോട് പറഞ്ഞ് അവർക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ളൊരു വഴി കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. പിന്നെയുള്ളത് ഹോളിസ്റ്റിക് അപ്രോച്ച്. നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു നല്ലൊരു ഗുഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം, നല്ല ചിട്ടയായ ഒരു ജീവിതം, ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെയുള്ളത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. തുറന്ന് സംസാരിക്കാൻ പറ്റുക. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് ഉള്ളിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആരോടാണോ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ളത്, അതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആവാം, നമ്മുടെ ടീച്ചർ ആവാം, നമ്മുടെ പാരൻസ് ആവാം, നമ്മുടെ സിബ്ലിങ്സ് ആവാം, അങ്ങനെ നമുക്ക് ഏറ്റവും കംഫർട്ട് സോണിലുള്ള ആരോടെങ്കിലുമൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക, നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുക, എന്നിട്ട് അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെൻ്റലി ഹെൽത്തി സ്റ്റുഡൻ്റ് ആണ്. ഒരു മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് വേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്, ഇതൊന്നുകൂടി പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് വൺ, എ മെൻ്റലി ഹെൽത്തി പേഴ്സൺ പൊസസ് സോഷ്യലി അഡാപ്റ്റബിൾ ബിഹേവിയർ. സാമൂഹികപരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും ആ കുട്ടിക്ക്. ദെൻ രണ്ടാമത്തെ പോയിന്റാണ്, ഹീ ഈസ് ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആൻഡ് പൊസസ് റെസിലിയൻ മൈൻഡ്. ആൾ ഇമോഷണലി കൺട്രോൾഡ് ആയിരിക്കും. ആളുടെ എല്ലാ ഫീലിങ്സിനെയും കൺട്രോൾ ചെയ്യാനും അതിനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനും പറ്റുന്ന ആളായിരിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റാണ്, ഹിസ് ഡിസയർ ആർ ഇൻ ഹാർമണി വിത്ത് സോഷ്യലി അപ്രൂവ്ഡ് നോംസ്. നല്ല ചിട്ടയായിട്ടുള്ളൊരു ജീവിതശൈലി ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കും. ഹി പൊസസ് ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡ്. ദെൻ അടുത്ത പോയിന്റാണ്, ഹി ഈസ് കാപ്പബിൾ ഓഫ് മേക്കിംഗ് ഡിസിഷൻസ് അസ്യൂമിങ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ആൻ അക്കോർഡൻസ് വിത്ത് ഹിസ് കപ്പാസിറ്റീസ്. കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും കുട്ടിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും കഴിവുള്ള ആളായിരിക്കും. ഹി ഈസ് സെൽഫ് കോൺഫിഡൻറ്റ്, adequate and free from internal conflicts, tensions or inconsistency in his behavior. തീർച്ചയായിട്ടും മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കും, അഡിക്വേറ്റ് ആയിരിക്കും, പിന്നെ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കും. അതുപോലെ ടെൻഷൻസ്, ഇൻകൺസിസ്റ്റൻസ് ഇൻ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന ഇൻകൺസിസ്റ്റൻസ്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും
ഒക്കെ കഴിവുള്ളവരായിരിക്കും മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള സ്റ്റുഡൻറ്റ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ആണ്, ഹീ ഈസ് ഏബിൾ ടു അഡാപ്റ്റ് സക്സസ്ഫുള്ളി ടു ദി ചേഞ്ചിങ് നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് ദി എൻവയൺമെൻറ്റ്. നമ്മുടെ ചുറ്റുപാട് നമുക്ക് നൽകുന്ന സമ്മർദ്ദങ്ങളെ നേരിടാനും അല്ലെങ്കിൽ ചുറ്റുപാട് നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സ്പെക്റ്റേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കഴിവുള്ള ആളായിരിക്കും മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മൊത്തത്തിൽ പറഞ്ഞത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ അതിൻ്റെ മീനിങ് പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷൻസ് പറഞ്ഞു, അതുപോലെ ഒരു മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ താങ്ക് യു.